ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവും സർവ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു അത്തരത്തിൽ തത്വയോടുകൂടി ജീവിക്കുന്ന അവന്റെ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ താബി പണ്ഡിതനായ ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു വ്യക്തി വരികയാണ്. കണ്ടാൽ ദരിദ്രനാണ്, സാമ്പത്തികമായി പരാധീനങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഹസൻ ബസ്രിയോട് ചോദിക്കുകയാണ്, ഷെയ്ഖ്, താങ്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് അള്ളാഹു വളരെ കുറച്ച് അനുഗ്രഹങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് താങ്കൾ എനിക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. ഇത് കണ്ടപ്പോൾ, അദ്ദേഹത്തിന്റെ നിരാശ മുഖത്ത് പ്രതിഫലിക്കുന്നത് കണ്ടപ്പോൾ ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ താങ്കളോട് ചില കാര്യങ്ങൾ ചോദിക്കട്ടെ? താങ്കളുടെ മുഖത്തുള്ള 2 കണ്ണുകൾ ഉണ്ടല്ലോ, ആ 2 കണ്ണുകളിൽ ഒരു കണ്ണ് താങ്കൾ എനിക്ക് തരുമോ? പകരം 5000 ദീനാർ ഞാൻ പകരം തരാം. അദ്ദേഹം പറഞ്ഞു, 5000 ദീനാർ എന്നാലും എനിക്ക് എന്റെ കണ്ണൊരിക്കലും തിരിച്ചു തരാൻ കഴിയില്ല. അപ്പൊ 10,000 ദീനാർ തരാം. അദ്ദേഹം വില കുറച്ച് ഉയർത്തി. അയ്യോ, എന്നാലും എനിക്ക് തരാൻ കഴിയില്ല. അദ്ദേഹം മറുപടി പറഞ്ഞു, 50,000 ദീനാർ തരാം, എന്നാലും എനിക്ക് തരാൻ കഴിയില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. അപ്പോ ഇമാം ഹസൻ ബസ്രി തിരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 50,000 രൂപ ദീനാർ വില മതിക്കുന്ന ഒരു കണ്ണ് താങ്കൾക്കുണ്ട്, അതുപോലത്തെ 2 കണ്ണുകൾ താങ്കൾക്ക് വളരെ മനോഹരമായി അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. എന്നിട്ടാണോ താങ്കൾ ആമുഖത്തിൽ പറഞ്ഞത് അള്ളാഹു എനിക്ക് ഒരു അനുഗ്രഹവും തന്നിട്ടില്ല എന്നത്? താങ്കളുടെ ചിന്താഗതിയിൽ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്. അത് മാറിയാൽ തന്നെയാണ് താങ്കൾക്ക് ഈ പറഞ്ഞ ഐശ്വര്യം വന്നു ചേരുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നാം എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല. സൂറത്തുൽ ഇബ്രാഹിമിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ നോക്കുകയാണെങ്കിൽ ലാ തഹ്സുഹ, നിങ്ങൾക്കത് കണക്കാക്കപ്പെടാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതുപോലെ ജനനം മുതൽ മരണം വരെ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകിയ അനുഗ്രഹങ്ങളോട് പൂർണ്ണമായും കീഴൊതുങ്ങിക്കൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കാൻ നാം തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർത്തവ്യങ്ങളും പ്രവർത്തനങ്ങളും ഒന്നും ഒരിക്കലും മതിയാവാതെ വരും. അത്രമേൽ നാം ഏവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. ഒരിക്കലും ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ആരും ഒരു മുടന്തനായിക്കൊണ്ടോ കാല് ഒടിഞ്ഞൊരു പ്രയാസം അനുഭവിക്കുന്ന ആളുകളായിക്കൊണ്ടോ ഇല്ല. നമുക്കൊന്നും കാഴ്ചയ്ക്ക് പരിമിതിയില്ല, കേൾക്കാൻ പരിമിതിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറെയും കുറഞ്ഞും ചെറിയ 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 ചില പരാധീനങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. പക്ഷെ അതിൽ പോലും നമ്മൾ ഭയങ്കരമായി ഈ വന്ന വ്യക്തിയെ പോലെ, ഈ സൂചിപ്പിച്ച വ്യക്തിയെ പോലെ ഭയങ്കരമായി ഡിപ്രസ്ഡ് ആയിക്കൊണ്ട്, അതിൽ തകർന്നു പോയിക്കൊണ്ട് ജീവിതത്തിൽ ഒരു അനുഗ്രഹവും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നതാണ് മനുഷ്യരായ നമ്മുടെ ഏറ്റവും വലിയൊരു പരാജയം. നാം യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകിയ ഓരോരോ അനുഗ്രഹങ്ങൾ ഇത് എത്രത്തോളം നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ നിരന്തരം നോക്കണമെന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ആലോചിക്കൂ, നമ്മുടെ ഹൃദയം ഒരു വ്യക്തി ജനിക്കുന്നത് മുതൽ ആ ജനനശേഷം ജനിക്കുന്നതിന് എത്രയോ മുമ്പ് 5-ാം മാസം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 6-ാം മാസം ആകുമ്പോഴേക്കും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്ന് നമ്മുടെ ഹൃദയം മിടിക്കാൻ തുടങ്ങുന്നുണ്ട്. ആ തുടങ്ങിയ മിടിപ്പ് അത് അവസാനിക്കുന്നത് നമ്മുടെ അവസാനത്തിലാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഒടുക്കത്തിലാണ്. അത്രമേൽ തുടർച്ചയായി യാതൊരു ഏറ്റക്കുറച്ചിലും ഇല്ലാതെ നമ്മൾ ECG വേവ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ECGയിൽ കാണുമ്പോൾ തന്നെ കുറച്ച് അലങ്കോലമായിട്ടുള്ള സാധനം ഉണ്ടാവുക. പക്ഷെ അതിൽ പോലും ചെറിയ ഏറ്റക്കുറച്ചിലുകൾ, വേരിയേഷൻ സംഭവിച്ചാൽ ഡോക്ടർ പറയും കുറച്ചൊരു പ്രശ്നമുണ്ട്, ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചിലപ്പോൾ ചിലൊരു ആൻജിയോഗ്രാമൊക്കെ ആവശ്യമുണ്ടായി വരും എന്ന് ചെറിയ ചില വേരിയേഷനിൽ പോലും പറയുന്നുണ്ട്. നമ്മുടെ ഹൃദയം നമ്മൾ പോലും അറിയാതെ മിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ശ്വാസകോശം അത് നമ്മൾ അറിയാത്ത രൂപത്തിൽ തന്നെ ശ്വസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ശ്വസനത്തിന്റെ വില ഒരുപക്ഷെ കോവിഡിന്റെ സമയത്ത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇതുപോലെ ശരീരത്തിലെ ഓരോരോ അവയവങ്ങൾ എടുക്കുകയാണെങ്കിലും നമ്മുടെ രക്തക്കുഴലുകൾ അതിനെ നീട്ടിവെച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ രക്തക്കുഴൽ മാത്രം നീട്ടിവെച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയെ 2 തവണ വലം വെക്കാൻ മാത്രം ദൂരം ഒരു വ്യക്തിയുടെ തല മുതൽ കാല് വരെയുള്ള ബ്ലഡ് വെസൽസ് നീളത്തിൽ വെച്ചാൽ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അതിന്റെ വലിപ്പം ആലോചിച്ചു.
ആ രക്തക്കുഴലുകളെല്ലാം വളരെ മനോഹരമായി യാതൊരു ട്രാഫിക് ബ്ലോക്കുകളും ഇല്ലാതെ യാതൊരു കൂടിക്കലരുകളും ഇല്ലാതെ നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളിലേക്കും വളരെ സുന്ദരമായി രക്തം പ്രവഹിക്കാൻ ആവശ്യമായ രൂപത്തിൽ ഹൃദയത്തിൽ നിന്ന് ഓരോ ഭാഗത്തേക്കും എത്തിക്കുന്ന രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ചിട്ടുണ്ട് അല്ലാഹു. ഏറ്റവും മനോഹരമായ രൂപത്തിൽ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ അനുഗ്രഹങ്ങളെ ഒന്നും നോക്കാതെ ഇനി മറ്റൊരു അനുഗ്രഹം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കിഡ്നി. ഈ കിഡ്നിയെ പറ്റി പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. ആ കിഡ്നി എന്തെങ്കിലും പ്രയാസം അനുഭവിച്ചാൽ നാം ഡയാലിസിസ് ചെയ്യേണ്ടി വരുമെന്നും, ആ ഡയാലിസിസ് ചെയ്യുക എന്നത് അതൊരിക്കലും ചെറിയൊരു കാര്യമല്ല. ഡയാലിസിസ് ചെയ്യേണ്ടി വന്നാൽ ആ വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബവും ഒരു നാടും വരെ അതിനുവേണ്ടി പണം പിരിക്കാൻ ഇറങ്ങുന്നത് മനസ്സിലാക്കൂ. ഒരു വ്യക്തിയുടെ വെറും 11 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള 2 കിഡ്നികൾ, ആ കിഡ്നികളിലുള്ള 25 ലക്ഷം നെഫ്രോണുകൾ, ഓരോ ചെറിയ 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 യൂണിറ്റുകളാണ്. അതിനെന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ കിഡ്നിക്ക് സ്വന്തമായി നമ്മുടെ രക്തം ഫിൽട്ടർ ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ഒരു ഡയാലിസിസ് മെഷീന്റെ ആശ്രയത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അതിന് മണിക്കൂറിന് അല്ലെങ്കിൽ ഒരു ഡയാലിസിന് തന്നെ 2500-3000 രൂപയും കൊടുക്കേണ്ടി വരും. അതങ്ങനെ ആഴ്ചയിലും മാസത്തിലും നമുക്ക് നോക്കുകയാണെങ്കിൽ 40,000 രൂപയോളം വരും. ഇതൊന്നും ഒരു വ്യക്തിക്ക് താങ്ങുകയില്ല. സ്വാഭാവികമായിട്ടും അവന്റെ കുടുംബവും ഒരു സമൂഹവും ഒരു നാടും വരെ ചില ബസ്സുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ കളക്ഷൻ ഇന്ന രോഗിക്ക് വേണ്ടി എന്ന രൂപത്തിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ ചെറിയ ചില അവയവങ്ങൾ പണി മുടക്കുമ്പോൾ പോലും ഒരു നാട് മൊത്തം പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ നാം ഇവര് കാണുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും പരാതിയിലാണ്, പ്രശ്നങ്ങളിലാണ്. എനിക്കൊന്നും ലഭിച്ചിട്ടില്ല, ഞാൻ ഭയങ്കരമായ പ്രയാസം അനുഭവിക്കുന്നവനാണ്, സാമ്പത്തികമായിട്ടൊന്നുമില്ല, കുടുംബത്തിൽ വലിയ പ്രയാസങ്ങളാണ്, മാനസികമായി വലിയ പിരിമുറുക്കങ്ങളാണ്. എന്നാൽ ഇതൊക്കെ ഉണ്ടാവുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായും എല്ലാം ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ തരണം ചെയ്യാൻ ഉണ്ടാവുമെന്ന് നമ്മളോടുള്ള കൽപ്പനയാണ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ട് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ നാം ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅൻ വജഅല ലക്കും അസ്-സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ ലഅല്ലക്കും തഷ്കുറൂൻ. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും, അല്ലാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു. ലാ തഅലമൂന ശൈഅൻ, നിങ്ങൾക്ക് യാതൊന്നും അറിയാത്ത രൂപത്തിലാണ് നിങ്ങളെ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ശേഷം വജഅല ലക്കും, നിങ്ങൾക്ക് നൽകപ്പെട്ടു. അസ്-സമഅ, കേൾവി, വൽ അബ്സ്വാറ, കാഴ്ചകൾ, വൽ അഫ്ഇദത, ഹൃദയങ്ങൾ. കാഴ്ചയും കേൾവിയും ഹൃദയങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരു പ്രായത്തിൽ, ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. ലഅല്ലക്കും തഷ്കുറൂൻ, എന്തിനു വേണ്ടി? നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്യുവാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, അള്ളാഹു നമുക്ക് നൽകിയ ഏതേത് അനുഗ്രഹങ്ങളും അതെല്ലാം പൂർണ്ണമായും നമ്മെ പരീക്ഷിക്കുവാൻ വേണ്ടി. ആ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങുന്നുണ്ടോ, അതല്ല അതിനെ ധിക്കരിച്ചുകൊണ്ട് നമ്മൾ താതോന്യതരം കാണിക്കുകയാണോ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയതെന്ന് ഖുർആനിൽ ഒരുപാട് തവണ ഇതേ ആയത്തുകൾ നമുക്ക് അള്ളാഹു കേൾവി തന്നിട്ടുണ്ട്, കാഴ്ചകൾ തന്നിട്ടുണ്ട്, ഹൃദയങ്ങൾ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശേഷം ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യുവാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലെ ഒരു അനുഗ്രഹം മാത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, കാഴ്ച അല്ലെങ്കിൽ കണ്ണ് എന്ന അനുഗ്രഹം മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, അലം നജഅൽ ലഹു ഐനൈൻ വലിസാന വശഫതൈൻ, അള്ളാഹു നിങ്ങൾക്ക് നാവും ചുണ്ടും ഒക്കെ നൽകിയിട്ടുണ്ട്. അതിന് മുമ്പ് പറഞ്ഞത് അലം നജഅൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് 2 കണ്ണുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഈ കണ്ണുകളും ആ കണ്ണുകളിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചയെ പറ്റിയും നാം ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, ഒന്ന് പഠനവിധേയമാക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഈ കാഴ്ച നമുക്ക് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നാം അതിന്റെ ആത്യന്തികമായ വില പലപ്പോഴും തിരിച്ചറിയാറുള്ളൂ. നോക്കൂ, കാഴ്ചയില്ലാത്ത, കാഴ്ച പരിമിതരായ, ഇന്ന് അന്ധന്മാർ എന്ന് അവരെ പറയരുതെന്നാണ്. അത് പിന്നെ അവരുമായി ബന്ധപ്പെട്ട സംസാരങ്ങളിൽ നമ്മൾ അന്ധൻ എന്നോ കണ്ണുപൊട്ടൻ എന്നോ കുരുടൻ എന്നോ ഒരിക്കലും വിളിക്കരുത് എന്നാണ്. മറിച്ച് അവർ പറയേണ്ടത് കാഴ്ച പരിമിതൻ എന്നാണ്. കാഴ്ച പരിമിതിയുള്ള ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ കണ്ടുവരുന്ന റോഡുകളിലും അങ്ങാടികളിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ജനിച്ചിട്ട് ഇന്ന് വരെ ഒരുപക്ഷെ അവരുടെ ഉമ്മയെ കണ്ടിട്ടുണ്ടാവില്ല, അവരുടെ ഉപ്പയെ കണ്ടിട്ടുണ്ടാവില്ല. ഈ ഭൂമിയെ, വർണ്ണാഭമായ ഈ പ്രകൃതിയെയോ ഇവിടെയുള്ള പ്രതിഭാസങ്ങളെയോ പൂവിനെയോ പൂവാടിയെയോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ കണ്ട കാഴ്ചകൾ അവർ കണ്ടിട്ടില്ല സഹോദരങ്ങളെ. പക്ഷെ അവർ നേടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ വില അവർക്ക് തിരിച്ചറിയാം. അവർക്ക് അള്ളാഹു നൽകിയ കണ്ണെന്ന അനുഗ്രഹം മാത്രമേ ഇല്ലാത്തുള്ളൂ. ഈ ഭൂമി മറ്റെല്ലാം ആസ്വദിക്കാൻ കഴിയും എന്ന ചിന്ത പലപ്പോഴും അവർക്ക് നമ്മളെക്കാൾ ഏറെ ഉണ്ടായിരിക്കാം. നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത്, ഈ കാഴ്ച എന്ന അനുഗ്രഹം ഒരുപക്ഷെ നഷ്ടപ്പെട്ടാൽ മാത്രമേ നാം പലപ്പോഴും, സ്വാഭാവികമായി എല്ലാ മനുഷ്യരും ആ കാഴ്ചയുടെ വില തിരിച്ചറിയാറുള്ളൂ. നമ്മൾ ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല.
ഒരു അനുഗ്രഹം അത് നഷ്ടപ്പെടുമ്പോൾ മാത്രം അതിന്റെ ഗൗരവവും വിലയും തിരിച്ചറിയുന്ന അത്തരം കൂട്ടരിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. കാരണം അതിന് മുമ്പ് തന്നെ ഖുർആൻ നമ്മോട് ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ ഉറ്റാലോചിക്കൂ. ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നിങ്ങൾ ആ സൃഷ്ടിച്ച സ്രഷ്ടാവിലേക്ക് കൂടുതൽ ഖേദിച്ച് മടങ്ങുവാനും നടന്നടുക്കുവാനും അല്ലെങ്കിൽ ഓടി കുതിച്ചടുക്കുവാനുമാണ് എന്ന് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കണ്ണുകളെയും ഈ കാഴ്ചയെയും ഒന്ന് പഠനവിധേയമാക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കണ്ണുണ്ടല്ലോ, വളരെ നിസ്സാരമായി ഒരു ഗോളാകൃതിയിലുള്ള ഈ 2 കണ്ണുകൾ, ആ കണ്ണുകൾക്ക് ഒരു കണ്ണിന്റെ ഭാരം 28 ഗ്രാം മാത്രമാണ്. ഒരു വെയിങ് മെഷീൻ 28 ഗ്രാം ഒരു തൂക്കമുള്ള ഒരു വസ്തുവിനായിട്ട് എത്രത്തോളം വലിപ്പമുണ്ടാവും അതിന്? അത്രത്തോളം നിസ്സാരമായ ഒരു അവയവമാണ് നമ്മുടെ കണ്ണ്. എന്നാൽ ആ കണ്ണിനുള്ളിലുള്ള ഒരുപക്ഷെ ആ കണ്ണിനുള്ളിലുള്ള ഓരോരോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ അവലോകനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം സങ്കീർണമായ മറ്റൊരു അവയവം നമുക്ക് കാണാൻ കഴിയില്ല. അത്രമേൽ സൂക്ഷ്മമായി വെറും 28 ഗ്രാം ഭാരമുള്ള ഈ നേത്രങ്ങൾക്കിടയിൽ അതിനുള്ളിൽ അള്ളാഹു ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ കാണുന്ന കാഴ്ചകൾ അത് ഈ രൂപത്തിൽ നമുക്ക് മനോഹരമായി കാണണമെന്നുണ്ടെങ്കിൽ ചില പ്രതിഭാസങ്ങൾ നടക്കേണ്ടതുണ്ട്, ചില മെക്കാനിസംസ് നടക്കേണ്ടതുണ്ട്. നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ആ കാഴ്ച ഒരു വെളിച്ചത്തിന്റെ സഹായത്തോടെ നമ്മൾ കാണുമ്പോൾ ആ കാണുന്ന കാഴ്ച നമ്മുടെ കണ്ണിൽ പതിഞ്ഞ് ആ കണ്ണിന് പിന്നിലുള്ള റെറ്റിനയിലേക്ക് പോയി അത് അവിടെ ഒരു പ്രതിബിംബമായി മാറിക്കൊണ്ട് ശേഷം അതിന്റെ ഒരു സിഗ്നൽ നമ്മുടെ തലച്ചോറിലേക്ക് പോയി തിരിച്ച് തലച്ചോറ് അത് പ്രോസസ് ചെയ്തുകൊണ്ട് നമ്മുടെ കണ്ണിലേക്ക് വീണ്ടും അത് ഒരു സിഗ്നലായി തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടു എന്ന ഒരു പെർസെപ്ഷൻ നമുക്ക് ഉണ്ടാക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച ഇങ്ങനെ നമ്മൾ നേരിട്ട് നോക്കി കാണുന്നുണ്ടെങ്കിൽ ആ കാഴ്ച ഒരിക്കലും ഒരു ഡയറക്റ്റ് ഇമേജ് അല്ല. കണ്ണിന്റെ പഠനങ്ങൾ പറയുന്നത് നമ്മൾ കാണുന്ന കാഴ്ച ശരിക്കും യഥാർത്ഥത്തിൽ ഒരു ഇവേർട്ടഡ് ഇമേജ് ആണ്, ഒരു തിരിഞ്ഞുള്ള യഥാർത്ഥത്തിൽ ഒരു ഇമേജ് നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നത് നമ്മുടെ കണ്ണ് മാത്രം ഉപയോഗിച്ച് കാണുകയാണെങ്കിൽ ഒരു തലതിരിഞ്ഞ ഇമേജ് ആണ് നമ്മൾ കാണുക. എന്നാൽ ആ തലതിരിഞ്ഞ ഒരു 2D ഇമേജിനെ നമ്മുടെ തലച്ചോറിലേക്ക് പോയി പ്രോസസ് ചെയ്തുകൊണ്ട് അതിനെ 3D ആക്കി തിരിച്ച് ഒരു യഥാർത്ഥത്തിൽ ഒരു ശരിക്കുള്ള ഇമേജ് ആക്കി മാറ്റുന്നത് നമ്മുടെ തലച്ചോറാണ്. വളരെ സങ്കീർണമായ ഒരുപാട് പ്രോസസ്സുകൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും തിരിച്ചറിയാത്ത, ഒരിക്കലും കണ്ണിന്റെ ഒരു മെക്കാനിസം മാത്രം പഠിക്കുകയാണെങ്കിൽ തന്നെ വലിയ അത്ഭുതങ്ങൾ അതിനോട് നിറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ഉള്ളിലേക്ക് പോയി പുറത്തെ ഭാഗം മാത്രം നമ്മൾ നോക്കുക, നമ്മുടെ കണ്ണിന്റെ കൺപോളകൾ, ആ കൺപോളകൾ മിടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ കൺപോളകൾ അടച്ചും തുറന്നും ഇരിക്കുന്നത് എത്ര തവണ മിടിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? നമ്മുടെ ഹൃദയം ഇത്ര തവണ മിടിക്കുന്നത് നമുക്ക് അറിയാം, ഒരു മിനിറ്റിൽ 72 തവണ മിടിക്കുന്നുണ്ട്. നമ്മുടെ കൺപോളകളും അതുപോലെ ഒരു മിനിറ്റിൽ ഏകദേശം 17 മുതൽ 18 തവണയൊക്കെ നമ്മുടെ കൺപോളകൾ മിടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തിനാണ് ഈ കൺപോളകൾ മിഴിക്കുകയും തുറക്കുകയും ചെയ്യുന്നത്? നമ്മുടെ കണ്ണിന് ആവശ്യമായ സുരക്ഷ നൽകുവാനും അതിനുവേണ്ട മോയ്സ്ചറൈസ് ചെയ്യാനും അതിനൊരു ആവശ്യമായ റെസ്റ്റ് കൊടുക്കാനും ഒക്കെയാണ് നമ്മുടെ കൺപോളകളെ തുറന്നും അടച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ ബ്ലിങ്ക് ചെയ്യുന്നത് ഒരു മിനിറ്റിൽ 17 തവണയാണെങ്കിൽ ഒരു മണിക്കൂറിൽ 1200 തവണയാണ്. അതൊരു ദിവസം ഏകദേശം 28,800 തവണ, 30,000-ഓളം തവണ നമ്മുടെ കണ്ണിങ്ങനെ അടച്ചും തുറക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം വലിയ അത്ഭുതമാണ്! ഈ കണ്ണിന് അടയ്ക്കാനും തുറക്കാനുമുള്ള കണ്ണിന്റെ മസിലിനുള്ള അതിന്റെ ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ ടോസിസ് എന്ന ഡ്രൂപ്പിംഗ് ഓഫ് ഐ എന്ന് പറയുന്ന പല അവസ്ഥയിലേക്കും നമ്മുടെ ശരീരം വഴിമാറും. നമുക്ക് കണ്ണ് വീണ്ടും അതുപോലെ തുറക്കാൻ കഴിയില്ല, കണ്ണെപ്പോഴും താഴ്ന്നു പോകുന്ന ഒരവസ്ഥ വളരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ അവസ്ഥയൊന്നും നമുക്കില്ല, അൽഹംദുലില്ലാ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ഓരോ കാഴ്ച കാണുന്നതിന് മുമ്പും ശേഷവും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും ഒക്കെ നമ്മുടെ കണ്ണ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ കണ്ണീരിലേക്ക് വരികയാണെങ്കിൽ കണ്ണുനീർ എന്നത് അപാരമായ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ കണ്ണുനീരിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ കണ്ണുനീരിനെ പറ്റിയിട്ടുള്ള ശാസ്ത്രീയമായ പല പഠനങ്ങൾ നടത്തിയ ആളുകൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ ഈ കണ്ണുനീരിന്റെ ടെക്സ്ചറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പല രൂപത്തിലാണ് കരയാറുള്ളത്. കണ്ണുനീര് പുറത്തു വരാറുള്ളത് ഒന്നുകിൽ നമുക്ക് സങ്കടം വരുമ്പോൾ കരയാറുണ്ട്, അല്ലെങ്കിൽ സന്തോഷം വരുമ്പോൾ ആനന്ദ കണ്ണീർ പുറപ്പെടുവിക്കാറുണ്ട്. ഇതൊന്നുമല്ലാത്ത ഒരു പൊടിയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കരയാറുണ്ട്. ഇതൊന്നുമല്ലാത്ത സന്തോഷവും സന്താപവും ഒക്കെ സമ്മിശ്രമായി വരുമ്പോൾ നമ്മൾ കരയാറുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന ഓരോരോ കണ്ണീരിനും ഓരോ രൂപത്തിലുള്ള ടെക്സ്ചർ ആണ് എന്നത് അതിന്റെ പഠനങ്ങൾ നടത്തിയ മൈക്രോസ്കോപ്പിന്റെ കണ്ടറിൽ ഈ കണ്ണീര് വെച്ച് പഠനം നടത്തി കഴിഞ്ഞാൽ അതിന്റെ ആകൃതിയും രൂപവും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. കരയുമ്പോൾ ഉണ്ടാകുന്ന കണ്ണീരിന്റെ ഷേപ്പ് അല്ല ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കണ്ണീരിന്റെ ഷേപ്പ്. കളിച്ചു എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ഈ ഓരോ അവയവങ്ങളെയും നമ്മുടെ കണ്ണീരിനെ പോലും അത്ര സൂക്ഷ്മമായി സംവിധാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഗൂഗിളിൽ നിങ്ങൾ ടോപ്പോഗ്രഫി ഓഫ് ടിയേഴ്സ് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ കണ്ണീരിന്റെ ശാസ്ത്രീയമായ പല പഠനങ്ങളും കാണാൻ കഴിയും. ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് അള്ളാഹു നൽകിയ കണ്ണ് എന്ന ഒരൊറ്റ അനുഗ്രഹം, ആ അനുഗ്രഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾ പല ആവർത്തി ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുവിൻ, നിങ്ങൾ പഠനവിധേയമാക്കുവിൻ, നിങ്ങൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുവാൻ അത് കാരണമായേക്കാം എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പുറം ഭാഗവും അകത്തേക്ക് ഭാഗമുള്ള എല്ലാ ഭാഗവും പഠനവിധേയമാക്കി കഴിഞ്ഞാൽ നമ്മളെ കണ്ണ് തുറപ്പിക്കുന്ന നമ്മുടെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാൻ ഇത്രമേൽ അനുഗ്രഹദാതാവാണ് നമ്മുടെ റബ്ബ് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കാരണമാവുമെന്ന്
എന്നാണ്. പരിശുദ്ധ ഖുർആൻ കണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറയുന്നത് പലപ്പോഴും പലതിനെയും ചേർത്തിക്കൊണ്ടാണ്. ഇവിടെ ഓതി വെച്ച ആയതിനെ പോലെ തന്നെ 3 കാര്യങ്ങൾ പലപ്പോഴും ചേർത്ത് പറയാറുണ്ട്. 1 കാഴ്ചയാണ്, 2 കേൾവിയാണ്, 3 ഹൃദയങ്ങളാണ്. കാഴ്ചയും കേൾവിയും ഹൃദയങ്ങളും, അതായത് നിങ്ങളുടെ ശരീരത്തിലേക്ക് എന്തെല്ലാമാണോ ആഗിരണം ചെയ്യുന്നത്, ഇൻപുട്ടായി സ്വീകരിക്കുന്നത്, അത് ഈ 3 കാര്യങ്ങളിലൂടെ ആയിരിക്കും. ഒന്നുകിൽ നിങ്ങൾ കാഴ്ചയിലൂടെ ആയിരിക്കും ആ കാര്യങ്ങൾ കണ്ടറിയുക. 2 കേൾവിയിലൂടെ ആയിരിക്കും ഏറ്റവും ഭൂരിഭാഗം കാര്യങ്ങൾ കണ്ടറിയുക. ആ കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും കേട്ടറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ട് നിങ്ങൾ ചിന്തിച്ച് അതിനൊരു പരിവപ്പെടുത്തുന്ന രൂപത്തിൽ നിങ്ങൾ മാറ്റിയെടുക്കുന്നു എന്ന് ഖുർആൻ പലപ്പോഴും പറയാറുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത് ഈ 3 അനുഗ്രഹങ്ങളും യഥാർത്ഥത്തിൽ ഏറ്റവും മനോഹരമായി നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ പഞ്ചേന്ദ്രിയങ്ങളിൽ മറ്റു പലതുമുണ്ട്, നമ്മൾ തൊലി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ കൂടുതൽ കാര്യങ്ങൾ നാം അറിയാൻ ഉപയോഗിക്കുന്ന കാഴ്ചയാവട്ടെ കേൾവിയാവട്ടെ, അത് 2 മൂലം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടേതായ രൂപത്തിൽ ചിന്തിച്ചറിയുന്ന രൂപത്തിലേക്ക് നമ്മൾ ഹൃദയങ്ങൾ കൊടുത്ത് ഉറ്റാലോചിക്കുന്ന ഈ 3 അനുഗ്രഹങ്ങൾ, ഇതിനെ ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ഇതിനെ ബുലുവക്കും അയ്യക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ ആരാണ് എന്ന് നോക്കുവാനാണ് ഈ ജീവിതവും മരണവും ഒക്കെ അള്ളാഹു നൽകിയതെന്ന് സൂറത്തുൽ മുൽക്കിൽ പറയുന്നുണ്ടല്ലോ. അതിൽ ഏറ്റവും വിജയിച്ച ആളുകളായി ആ പരീക്ഷണത്തിൽ വിജയിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ അനുഗ്രഹങ്ങളെ ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. കണ്ണാകുന്ന ഈ അനുഗ്രഹം, നമുക്ക് കാഴ്ച എന്ന ഈ മനോഹരമായ അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ച മൂലം തന്നെ വലിയ രൂപത്തിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും താഴേക്കടയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. അള്ളാഹു ഒരു അനുഗ്രഹം നമുക്ക് നൽകുമ്പോഴും ആ അനുഗ്രഹം കൊണ്ട് തന്നെ നമുക്ക് സമൂഹത്തിന്റെ ഏറ്റവും ഉന്നത ശ്രേണിയിലേക്ക് എത്തുവാനും, എന്നാൽ ബൽഹും അദല്ല്, അല്ലെ, മൃഗങ്ങളെക്കാൾ താഴെയാവാനും നമുക്ക് സാധിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ ഈ കണ്ണ് മൂലം നമുക്ക് പിഴവ് സംഭവിക്കുന്ന 3 കാര്യങ്ങൾ, കണ്ണാകുന്ന അനുഗ്രഹത്തെ പറ്റി നമ്മൾ പറഞ്ഞു. എന്നാൽ ഇതേ കണ്ണ്, എത്രയും സൂക്ഷ്മമായി നമുക്ക് നൽകിയ ഈ കണ്ണ്, ആ കണ്ണ് നമ്മെ പിഴപ്പിക്കുന്ന, നമ്മെ അശ്രദ്ധരാക്കുന്ന, നമ്മെ തെറ്റിപ്പിക്കുന്ന 3 കാര്യങ്ങളെ കൂടി നാം ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്നാമതായിക്കൊണ്ട് കണ്ണ് നമ്മെ പിഴവ് സംഭവിക്കുന്ന ഒരു പ്രധാന വിഷയം എന്നത് എന്ത് കാണണം എന്ന വിഷയത്തിലുള്ള നമ്മുടെ അശ്രദ്ധയാണ്. എന്താണ് നാം ഇത്രമേൽ അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകിയ അത്രമേൽ സൂക്ഷ്മമായ ഈ കണ്ണുകൊണ്ട് എന്ത് കാണണം എന്ന വിഷയത്തിൽ നമുക്ക് സംഭവിക്കുന്ന അശ്രദ്ധയാണ് ഒന്നാമത്തെ ഒരു വിഷയം. പലപ്പോഴും എല്ലാവരും എല്ലാതും കാണുന്നുണ്ട്, എന്നാൽ ഞാനും അതുപോലെ കാണുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാവരും കാണുന്നത് എന്തോ അത് ഞാനും കാണണം എന്നുള്ള ചില ചിന്താധാരയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് പിഴവ് സംഭവിക്കുന്നത്. എല്ലാവരും കാണുന്നത് നാം കാണേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. വിശ്വാസികൾ എന്ന നിലയ്ക്ക്, മുസ്ലിമീങ്ങൾ എന്ന നിലയ്ക്ക്, മുഅ്മിനീങ്ങൾ എന്ന നിലയ്ക്ക് എല്ലാവരും കാണുന്നതെല്ലാം നാം കാണേണ്ട ഒരാവശ്യവുമില്ല. നമുക്ക് കാണേണ്ടതായ ചില കാര്യങ്ങളുണ്ട്, കാണാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുമുണ്ട്. അപ്പൊ കാണേണ്ട കാര്യങ്ങളെ എല്ലാവരും കാണുന്നു എന്നതുകൊണ്ട് നമ്മൾ കാണേണ്ടതില്ല എന്ന ഒരു ഒഴുക്കൻ മറ്റൊരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പാടില്ല. എല്ലാവരും ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പൊ ഞാനും അത് ചെയ്യണ്ടേ എന്നൊരു ധാരണ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയുടെ വിഷയത്തിലാണ്. പുതിയ കാലത്ത് ഏറ്റവും അധികം നമുക്ക് പിഴവ് സംഭവിക്കുന്നത് നമ്മൾ എന്ത് കാണണം എന്ന വിഷയത്തിലാണ്. ഒരിക്കലും നമ്മൾ കാണേണ്ട കാഴ്ചയെ നമ്മൾ നിശ്ചയിക്കുക എന്നല്ലാതെ മറ്റൊരാൾ പോയി തീരുമാനിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിലൂടെ, ഒരുപക്ഷെ ഇന്ന് പ്രകൃതിയിലുള്ള കാഴ്ചകൾ പോലും നമ്മൾ കാണുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൂടെയാണ്. നേരിട്ട് പോയി കാണാനുള്ള ക്ഷമ പലപ്പോഴും നമുക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതൊരു വലിയ അപരാധമൊന്നുമല്ല. കാലം മുന്നോട്ട് പോകുന്തോറും സോഷ്യൽ മീഡിയയുമായി, നമ്മുടെ മൊബൈൽ ഫോണുമായി അത്രയധികം ആഴത്തിലുള്ള ബന്ധം നമുക്ക് ഉണ്ടാകുന്നത് അപരാധമല്ല. പക്ഷെ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നാം ചിന്തിച്ചു നോക്കേണ്ടത് ആ അനുഗ്രഹത്തെ, നമുക്ക് അള്ളാഹു നൽകിയ മൊബൈൽ ഫോൺ ഒരു അനുഗ്രഹമാണല്ലോ. ആ മൊബൈലിലുള്ള സോഷ്യൽ മീഡിയ ആവുന്ന വാട്സപ്പ് ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഇനി ഏതെല്ലാം പുതിയ ആപ്പുകളുണ്ടോ അതെല്ലാം ആവട്ടെ, അതും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണല്ലോ. ആ അനുഗ്രഹത്തെയും നമ്മുടെ കാഴ്ചയാകുന്ന ഈ അനുഗ്രഹത്തെ വിനിയോഗിക്കുന്നത് പോലെ തന്നെ നന്മയിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന കാര്യമാണ് ഗൗരവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. ഖുൽ ഹൽ യസ്തവി അൽ അഅമ വൽ ബസീറ അഫലാ തതഫക്കറൂൻ. ഖുൽ, നബിയെ പറയുക, ഹൽ യസ്തവി അൽ അഅമ വൽ ബസീർ, കണ്ണ് കാണുന്നവരും കാഴ്ച പരിമിതിയുള്ളവരും സമമാവുമോ? അഫലാ തതഫക്കറൂൻ, നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും ഒരുപോലെയല്ല. കാഴ്ചയുള്ള നമ്മൾ എന്ത് കാണണമെന്നുള്ള ഈ ഒന്നാമത്തെ വിഷയത്തിൽ നമുക്ക് പിഴച്ചു പോകാൻ ഒരു നിലയ്ക്കും പാടില്ല. പലപ്പോഴും സോഷ്യൽ മീഡിയ എന്നത് ഇന്നൊരു അഡിക്ഷന്റെ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്കൊരിക്കലും ഇന്ന് മൊബൈൽ മാറ്റി വെച്ചുള്ള ജീവിതം സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഇല്ലാത്തൊരു ലോകം, ഇന്റർനെറ്റ് ഇല്ലാത്തൊരു ലോകം പലപ്പോഴും ചിന്തിക്കാൻ കഴിയുന്നില്ല. ഈ മൊബൈൽ ഒന്നും ഇങ്ങനെ ചാർജ് ചെയ്യാൻ കുത്തുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു ബേജാറുണ്ട്, ഈ ചാർജിന് വേഗം ഫുള്ളായിരുന്നെങ്കിൽ എന്നുള്ളൊരു ബേജാറ്. നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സലാം വീട്ടിൽ കഴിഞ്ഞ് ഉടനെ തന്നെ ഫോൺ എടുക്കുന്ന ഒരുപാട് ആളുകൾ കാണാൻ കഴിയും. അത്രത്തോളം അതുമായി ലിങ്ക് ചെയ്തുകൊണ്ട് എങ്ങനെയെല്ലാം എവിടെയെല്ലാം പലപ്പോഴും റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്തൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളെ ഭയങ്കരമായിട്ട് അവർ വിറയുന്നത് കാണാൻ കഴിയും.
അവിടെ ഫോൺ ഉപയോഗിക്കാൻ കഴിയുന്നില്ല, റേഞ്ച് കിട്ടുന്നില്ലല്ലോ, വേറെ വഴിയൊന്നുമില്ല. ആ സമയത്ത് പോലും ഭയങ്കരമായി ടെൻഷൻ അടിക്കുന്ന അഡിക്ഷന്റെ മറ്റൊരു തലത്തിലേക്ക് പലപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ സോഷ്യൽ മീഡിയ. നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് നമ്മുടെ സമയത്തെ ഈ വിഷയത്തിൽ നമുക്ക് പിന്നെ ഒരു അപജയം സംഭവിച്ചു പോകുന്നുണ്ടോ? സമയം എന്ന അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹം, ആ അനുഗ്രഹത്തിന്റെ കാര്യത്തിൽ ഈ സോഷ്യൽ മീഡിയ നമ്മെ ചതിക്കുന്നുണ്ടോ എന്ന കാര്യം ഗൗരവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരുപക്ഷെ മൊബൈൽ ഫോൺ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് എടുക്കുന്നത്, എന്ത് കാഴ്ച കാണാനാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഒരു ബോധ്യവുമില്ലാതെ കുറച്ചേരം സമയം കളയാൻ വേണ്ടി എടുക്കാം, കുറച്ചേരം തോണ്ടി നോക്കാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ആ വില എന്നത് നമ്മുടെ ഏറ്റവും ഗൗരവമുള്ള സമയത്തിന്റെ വിലയായിരിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, സമയവും ഒഴിവ് സമയവും ആരോഗ്യവുമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരുപാട് ആളുകൾ വഞ്ചിതരാക്കപ്പെട്ട ഒരുപാട് ആളുകൾ വഞ്ചിതരാക്കപ്പെട്ട രണ്ട് വിഭവങ്ങൾ യഥാർത്ഥത്തിൽ ആരോഗ്യവും ഒഴിവ് സമയമാണ്. ആ ഒഴിവ് സമയത്തെ അലക്ഷ്യമായി കളയാൻ നാം പാടില്ല എന്നതാണ്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിലപാടുകളെ പലപ്പോഴും ഈ മൊബൈൽ ഫോണും നമ്മൾ അതിലൂടെ കാണുന്ന കാഴ്ചകളും സ്വാധീനിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. മൊബൈൽ മാത്രമല്ല, നമ്മൾ കാണുന്ന TV ചർച്ചകളാവട്ടെ, ചാനൽ ചർച്ചകളാവട്ടെ, അവയെല്ലാം നമ്മുടെ നിലപാടുകളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നാം ഗൗരവത്തിൽ ആലോചിച്ച് നോക്കണം. പലപ്പോഴും ഈ വിഷയത്തെ പറ്റി പറയാറുണ്ട്, യു ആർ നോട്ട് വാച്ചിങ് ബട്ട് അബ്സോർബിംഗ് വാട്ട് യു സീ. നിങ്ങൾ കാണുന്നത് വെറും കാഴ്ചകളല്ല, പക്ഷെ ആ കാഴ്ചകൾ നിങ്ങൾ ഒപ്പി എടുക്കുകയാണ് എന്നതാണ്. നമ്മുടെ നിലപാടുകളെ പോലും, മുസ്ലിമായ നമ്മുടെ നിലപാടുകളെ സ്വാധീനിക്കേണ്ടത് പരിശുദ്ധ ഖുർആനും ഹദീസുകളുമാണ്. അതല്ലാതെ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്ന പുതിയ കാല നരേഷനുകളല്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്രമേൽ ഈ മൊബൈൽ ഫോണുമായിട്ടൊക്കെ നമ്മൾ അടിമയായി പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിനും മക്കൾക്കുമൊക്കെ കൊടുക്കേണ്ട സമയവും പ്രാധാന്യവും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന കാര്യവും നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇതിലൂടെ വരുന്ന തിന്മകളാണ്. ആ തിന്മകളിലേക്ക് ഒന്നും പോകുന്നില്ല എന്നും ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് നമ്മുടെ കാഴ്ചയാകുന്ന അനുഗ്രഹത്തിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലൂടെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അതല്ല എങ്കിൽ ഒന്നുകൂടി തിരിഞ്ഞാലോചിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഈ മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോണിനെ നമ്മുടെ ഖുർആൻ പഠനത്തിലും നമ്മുടെ ക്ലാസുകൾ കേൾക്കാനും ദീനീ പഠനത്തിനുമൊക്കെ എങ്ങനെ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള ഒരു തിരിഞ്ഞാലോചന നമ്മൾ നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അവധിക്കാലമാണ്. കുട്ടികളൊക്കെ എപ്പോഴും മൊബൈൽ ഫോണിലാണ്, രക്ഷിതാക്കൾ വലിയ ആശങ്കാകുലരുമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ കൊടുക്കുമ്പോൾ എന്തിനാണ് ഫോൺ ഉപയോഗിക്കുന്നത് എന്നുള്ള ഈ ചോദ്യം നമുക്ക് ചോദിക്കാം. നിരന്തരം അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചോദിക്കണമെന്നല്ല, മറിച്ച് 2-3 കണ്ടീഷൻസ് വയ്ക്കാൻ പറ്റും. ഒന്ന്, കുട്ടികളോട് പറയേണ്ടത്, നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതൊരിക്കലും ഒറ്റയ്ക്കാവരുത്. എല്ലാവരും കാണുന്ന രൂപത്തിൽ, കാണുന്ന സ്ഥലത്തായിരിക്കണം ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അത് ആരും അറിയാതെ ഉപയോഗിക്കാൻ പാടില്ല. എല്ലാവരും കാണുന്ന സ്ഥലത്താണെങ്കിലും ആരെങ്കിലും ഒക്കെ കാണുന്ന രൂപത്തിലായിരിക്കും അത് ഉപയോഗിക്കേണ്ടത്. മൂന്നാമതായിക്കൊണ്ട്, കിടന്നുകൊണ്ട് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. സോഫയിൽ മറ്റൊക്കെ കിടന്ന് ഒരു അലക്ഷ്യമായിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗം ഉണ്ടല്ലോ, അത് പാടില്ല. കാരണം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കാണാൻ പാടില്ലാത്ത പലതും കാണും, കേൾക്കാൻ പാടില്ലാത്ത പലതും കേൾക്കും. ആ 3 കണ്ടീഷൻസ് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഒരു പരിധി വരെ ഈ അവധിക്കാലം അവരുടെ മൊബൈൽ ഫോണിനെ ക്രിയാത്മകമാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ കാഴ്ചയിൽ സംഭവിക്കുന്ന പിഴവിനെ ഒന്നാമതായിക്കൊണ്ട് എന്ത് കാണണം എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമതായി നമുക്ക് പിഴച്ചു പോകുന്നത് എന്ത് കാണരുത് എന്ന വിഷയത്തിലാണ്. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് ചില കാര്യങ്ങൾ കാണാം, ചിലത് കാണാൻ പാടില്ല. ആ കാണാൻ പാടില്ലാത്തതിനെയാണ് ഇസ്ലാം ഇവിടെ പറയുന്നത് ഹറാം എന്നത്. തഖ്വ എന്നാൽ ഈ ഹറാമിനും ഹലാലിനും ഇടയിൽ നിങ്ങൾ വലിയൊരു മറ സ്വീകരിക്കുക, ഹാജിസ, ഒരു വലിയ മറ നിങ്ങൾ സ്വീകരിക്കുക എന്നതാണ്. ആ മറ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ കാണാൻ പാടില്ലാത്ത ഇന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഇത് ഹറാമാണല്ലോ, ഇത് കണ്ടതുകൊണ്ട് എനിക്ക് യാതൊരു നേട്ടവും ഇല്ല എന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് എന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് ഈ ഹറാമുകൾ അവിടെ പുറത്തേക്ക് വരും. എല്ലാം മറയും നീക്കി പുറത്തേക്ക് വരും. എന്തെല്ലാമാണ് നമ്മൾ കാണാൻ പാടില്ലാത്തത് കണ്ട് അത് അവിടെ നാളെ നമ്മുടെ മുമ്പിൽ നമുക്ക് വലിയ വിഘാതമായി നിൽക്കും എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. രണ്ടാമതായി നമുക്ക് പിഴച്ചു പോകുന്ന ഒരു വിഷയം എന്നത് ഇന്നത്തെ കാലത്ത് നമ്മുടെ കാഴ്ചയിലൂടെ കാണാൻ പാടില്ലാത്തത് കാണുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കേണ്ടത് പ്രത്യേകിച്ചും സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള വിഷയമാണ്. അന്യ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുരുഷന്മാരോടുള്ള കൽപ്പനയാണ്, നിങ്ങൾ അവരെ രണ്ടാമതൊന്ന് നോക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ കാണരുത് എന്നല്ല. ശ്രദ്ധിക്കണം, നമുക്ക് സ്ത്രീകളെ കാണാം. എങ്ങനെ? ആദ്യത്തെ ഒരു കാണൽ നമുക്ക് സ്വാഭാവികമായ കാണലാണ്. പക്ഷെ രണ്ടാമത്തെ കാണൽ അതൊരു നോട്ടമാണ്, അത് കാണലല്ല. അത് നമ്മൾ ബോധപൂർവം ഗൗരവത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി രണ്ടാമത് നോക്കുന്ന നോട്ടം, അത് നോട്ടമാണ്, അത് കാണലല്ല. അപ്പൊ ആ നോട്ടം നിങ്ങൾക്ക് ഹറാമാണ്, അത് പാടില്ല എന്ന് ഇസ്ലാം ആ വാതിൽ നേരത്തെ കൊട്ടിയടച്ചു. യഥാർത്ഥത്തിൽ ഈ അവിഹിതമായ അശ്ലീലമായ കാഴ്ചകൾ കാണുക എന്നത് ഒരുപാട് തിന്മകളുടെ വാതിലാണ് എന്ന് ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയണം. ഖുർആൻ ഒരുപാട് ആവർത്തിയ വിഷയത്തിന്റെ ഗൗരവം നമ്മളോട് പറയുന്നുണ്ട്. അത്തരത്തിൽ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ നിങ്ങൾ കാണാൻ തുടങ്ങുകയാണെങ്കിൽ ആ കാഴ്ചകൾ
പല പ്രവർത്തനത്തിലേക്കും പല ആക്ടുകളിലേക്കും നിങ്ങൾ എത്തിക്കാൻ സാധ്യതയുണ്ട്. അത് തിന്മകളുടെ വലിയ പിന്നെ ഒരു വാതിൽ നിങ്ങൾക്ക് തുറക്കാനും അതിലൂടെ നിങ്ങൾ പ്രവേശിക്കാനും അത് കാരണമാവും നമുക്കറിയാം. മുഅ്മിനീങ്ങളോട് പറയുക നബിയെ, യഗുദ്ദു മിൻ അബ്സ്വാരിഹിം, നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തുവിൻ, നിങ്ങളുടെ ദൃഷ്ടികളെ കാണാൻ പാടില്ലാത്തതിൽ നിന്നും നിങ്ങൾ താഴ്ത്തുവിൻ. വയഹ്ഫദു ഫുറൂജകും, നിങ്ങൾ നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുവിൻ. ദാലിക അസ്കാ ലക്കും, നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധമായത് അത് തന്നെയാണ്. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ യസ്നഊൻ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. സഹോദരങ്ങളെ, കാണാൻ പാടില്ലാത്ത കാഴ്ചയാണെങ്കിൽ, ഹറാമാണെങ്കിൽ അതിനോട് വിട പറയാൻ നമുക്ക് സാധിക്കണം. അശ്ലീലതകൾ ഇന്ന് അത്രത്തോളം വ്യാപകമാണ്. ഇത് പുരുഷന്മാർക്ക് സ്ത്രീകളോടുള്ള വിഷയത്തിൽ മാത്രമല്ല, സ്ത്രീകളായ പ്രത്യേകിച്ചും പുതിയ കാലത്തെ പെൺകുട്ടികൾക്കൊക്കെ ആൺകുട്ടികളോടുള്ള വിഷയത്തിലും ഈ വിഷയം ഗൗരവമായി ബാധിക്കുന്നതാണ്. അത്തരത്തിൽ അന്യ സ്ത്രീ പുരുഷനാണോ, വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളാണോ, നമുക്ക് ഒരിക്കലും അവരുമായി യാതൊരു നിലയ്ക്കുമുള്ള, അത് നേരിട്ടുള്ള സംസാരമായിക്കൊള്ളണമെന്നില്ല, നേരിട്ടുള്ള ചാറ്റിംഗ് ആയിക്കൊള്ളണമെന്നില്ല, കാണലായിക്കൊള്ളണമെന്നില്ല, മൊബൈൽ ഫോണിലൂടെ ആരും കാണാത്ത സമയത്ത് ആരോരും ഇല്ലാത്ത സമയത്തുള്ള ചാറ്റിംഗ് ആണെങ്കിൽ പോലും അത് ഗൗരവത്തിൽ ഒരിക്കലും പാടില്ല എന്ന് നമ്മൾ ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള 2-3 പരിഹാരങ്ങളുണ്ട്. ഒന്നാമതായിക്കൊണ്ട് അനാവശ്യമായ കാഴ്ചകൾ കാണുന്ന, അള്ളാഹു നൽകിയ കണ്ണെന്ന അനുഗ്രഹം കൊണ്ട് അനാവശ്യങ്ങൾ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്നാമതായിട്ട് ആ അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എന്തെല്ലാമാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട്, റബ്ബേ ഇന്നിനെ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, ഇനി ഒരിക്കലും ഉണ്ടാവില്ല റബ്ബേ, എനിക്ക് പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് തൗബ ചെയ്ത് ഖേദിച്ച് തുടങ്ങാൻ സാധിക്കേണ്ടതുണ്ട്. രണ്ടാമതായിക്കൊണ്ട് അത്തരം സാഹചര്യങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുക. എന്തെല്ലാമാണോ നമ്മളെ ഇത്തരം മോശപ്പെട്ട കാഴ്ചകൾ കാണാൻ പ്രേരിപ്പിക്കുന്നത്, അത് ഈ മൊബൈൽ ഫോണാണോ, മൊബൈൽ മാറ്റുക. എന്താ തടസ്സമുള്ളതിന്? ഒരു ചെറിയ നോക്കിയന്റെ 114 ഫോൺ വാങ്ങിയാൽ മതി, പ്രശ്നമില്ല. നമുക്ക് പ്രശ്നം എന്താണോ, നമ്മുടെ കാഴ്ചയെ നമ്മൾ മോശപ്പെട്ട കാര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്താണോ ആ സാഹചര്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക. അത്തരം സാഹചര്യങ്ങളുമായി എന്നാണ് ഖുർആൻ പറഞ്ഞത്. വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത്. അത് ചെയ്യരുതെന്ന് മാത്രമല്ല, ആ സാഹചര്യത്തിനോട് പോലും നിങ്ങൾ അടുക്കരുത് എന്നുള്ളതാണ്. മൂന്നാമതായിക്കൊണ്ട് ഉറച്ച ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. തിന്മയാണോ ഹറാമാണോ ഞാൻ കാണില്ല എന്നുള്ള ഉറച്ച തീരുമാനമെടുക്കാൻ സാധിക്കണം. നാലാമതായിക്കൊണ്ട് നന്നായി പ്രാർത്ഥിക്കാനും കഴിയണം. ഇത്തരം മോശപ്പെട്ട കാര്യങ്ങൾ കാണില്ല എന്ന കാര്യത്തിന് നന്നായി പ്രാർത്ഥന അധികരിപ്പിക്കാനും കഴിയണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ റഹ്മതക അർജു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ വഅസ്ലിഹ് ലി ശഅനി കുല്ല ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹു നിന്റെ കാരുണ്യത്തെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ, അല്ലാഹു എന്റെ ഈ കണ്ണീമ വെട്ടുന്ന നേരം പോലും എന്റെ കാര്യത്തിന് നീ എന്നെ ഏൽപ്പിക്കരുത് റബ്ബേ. എന്റെ കണ്ണീമ വെട്ടുന്ന നേരം എത്ര ചെറിയ സമയമാണത്. ആ സമയത്തിൽ പോലും എന്റെ കാര്യത്തെ എന്നിൽ ഏൽപ്പിക്കരുത് റബ്ബേ, എല്ലാം പൂർണ്ണമായും നീ ഏറ്റെടുക്കണം റബ്ബേ, എന്നെ ഒരു തിന്മയിലേക്ക് പോലും വഴി നടത്തുന്ന സാഹചര്യം ഇല്ലാതാക്കണം റബ്ബേ എന്നുള്ള ആ പ്രാർത്ഥനകളും അധികരിപ്പിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, ഈ ദീനിൽ എന്റെ ഈമാനിനെ അടിയുറച്ചു നിർത്താൻ റബ്ബേ എന്നുള്ള പ്രാർത്ഥന അധികരിപ്പിക്കണം. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ കാഴ്ചയാകുന്ന അനുഗ്രഹത്തിൽ ഒന്നാമതായിക്കൊണ്ട് എന്ത് കാണണം എന്ന വിഷയത്തിൽ നമുക്ക് പിഴച്ചു പോകാം, എന്ത് കാണരുത് എന്ന വിഷയത്തിൽ നമുക്ക് പിഴച്ചു പോകാം. മൂന്നാമതായിക്കൊണ്ട് നാം എന്ത് കാണണമെന്ന് മറ്റുള്ളവർ നമ്മോട് പറയുന്ന അവസ്ഥ, അതും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എന്ത് കാണണമെന്നത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഇന്ന് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വളരെയധികം വികസിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണോ മറ്റു പലരെയും നോക്കിക്കാണേണ്ടത് എന്ന് ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും അതിനുള്ള അജണ്ടകൾ ഉണ്ടാക്കുന്നതും മറ്റു പല കോർപ്പറേറ്റുകളുമാണെങ്കിൽ അതിലും നാം വിട്ടുപോകരുത്. ഈ വിഷയം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സൗന്ദര്യത്തിന്റെ സങ്കല്പത്തെ കുറിച്ചാണ്. പലപ്പോഴും പെൺകുട്ടികൾക്കാണ് ഈ വിഷയത്തിൽ വളരെയധികം പിഴച്ചു പോകുന്നത്, അല്ലെങ്കിൽ പിഴവ് സംഭവിച്ചു പോകുന്നത്. കാരണം തങ്ങളുടെ സൗന്ദര്യത്തെ അത് ആരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാമെന്ന് അറിയാതെ പോകുന്ന, അത് പഠിപ്പിച്ചു കൊടുക്കപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യം പുതിയ തലമുറയിലെ മുസ്ലിം പെൺകുട്ടികൾ കാണാൻ കഴിയും. സൗന്ദര്യം എന്നത് തനിക്ക് വിഹിതമാക്കപ്പെട്ട, വിവാഹശേഷം തനിക്ക് വിഹിതമാക്കപ്പെടുന്ന ആ ഇണയുമായി മാത്രമാണ് പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. അല്ലാതെ ആരുടെ മുമ്പിലും ഒരു മേക്കപ്പ് ഇട്ടുകൊണ്ടോ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടോ ഒന്ന് കണ്ണെഴുതിക്കൊണ്ടോ പോകുക എന്നത് തന്റെ സൗന്ദര്യത്തെ പ്രകടിപ്പിക്കുമെങ്കിൽ അതൊരിക്കലും അവർക്ക് അനുവദനീയമല്ല എന്ന ബോധ്യം നമുക്ക് ചെറിയ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. പക്ഷെ അതൊന്നുമല്ല, മറിച്ച് എല്ലാവരും ലിപ്സ്റ്റിക് ഉപയോഗിക്കുകയാണ്. ചെറിയ കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും ലിപ്സ്റ്റിക് കിട്ടുക? ഉമ്മമാരിൽ നിന്നല്ലാതെ എങ്ങനെ കിട്ടുക? അപ്പൊ ആ ഒരു ചിന്ത നമുക്ക് ഗൗരവത്തിൽ ഉണ്ടാവണം. നമ്മുടെ മക്കൾ ഒരിക്കലും അവരുടെ സൗന്ദര്യത്തെ മറ്റു പല പുരുഷന്മാരുമായി അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇന്ന് കേവലം ലിപ്സ്റ്റിക് ഇടുന്നതും അതൊക്കെ പോയി ഈ ഉപയോഗിക്കുന്ന മേക്കപ്പും കോസ്മെറ്റിക്സും ഒക്കെ ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പല ഗെറ്റ് റെഡി വിത്ത് മീ GRW എന്ന് പറഞ്ഞ വീഡിയോ കാണാൻ പറ്റും. അതായത് അവർ ഒരുങ്ങുന്ന വീഡിയോ പോലും യൂട്യൂബിലൊക്കെ ഇട്ടുകൊണ്ട് അതിനെ മറ്റുള്ളവർക്കും പ്രദർശിപ്പിക്കുന്ന ചില കാഴ്ചകൾ ആലോചിച്ചു എത്രത്തോളം ഗൗരവകരമാണ്.
ഇസ്ലാം ഈ വാതിലെല്ലാം പൂർണ്ണമായി കുട്ടിയടക്കുകയാണ്. സ്ത്രീകളുടെ വസ്ത്രധാരണം എങ്ങനെയാവണം? നമുക്ക് കൽപ്പനയുണ്ട് സ്ത്രീകളുടെ വസ്ത്രധാരണം. 3 കാര്യം ശ്രദ്ധിച്ചാൽ മതി. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ എല്ലാവരും പർദ്ദ ധരിക്കണമെന്നല്ല ഇസ്ലാമിന്റെ കൽപ്പന. മറിച്ച് ഒന്ന്, അവരുടെ ശരീരം പൂർണ്ണമായും മറയുന്ന, മുഖവും മുൻകൈയും ഒഴികെ ബാക്കി എല്ലാം മറയുന്ന രൂപത്തിലുള്ള വസ്ത്രമായിരിക്കണം. അത് നേർത്തതാവാൻ പാടില്ല. ഉള്ളിലുള്ളത് പുറത്തു കാണുന്ന വസ്ത്രമാവാൻ പാടില്ല. 3, അത് ഇറുകിയതാവാൻ പാടില്ല, ടൈറ്റുള്ളതാവാൻ പാടില്ല. ഈ 3 കണ്ടീഷൻസ് പാലിക്കുന്ന ഏത് വസ്ത്രവും അവർക്ക് ധരിക്കാം. പക്ഷെ ആ കൂട്ടത്തിൽ ഏറ്റവും അവർക്ക് സുരക്ഷ നൽകുന്നതും സംരക്ഷണം നൽകുന്നതും അത് പർദ്ദ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് ഈ വസ്ത്രം ധരിക്കുന്ന രൂപത്തിൽ ആ കാര്യത്തിൽ പോലും ഗൗരവകരമായ ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചും അത്തരത്തിൽ കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുടെ വളർച്ച പറയുന്നുണ്ട്. ബില്യൺ കണക്കിന് ഡോളറാണ് ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ പോലും പിന്നെ നിക്ഷേപിക്കാത്ത രൂപത്തിലുള്ള വലിയ രൂപത്തിലുള്ള ഭീമാകാരമായ തുകയാണ് ഈ കോസ്മെറ്റിക്സിന്റെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കാര്യത്തിൽ ആഗോള തലത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പൊ ആ ഒരു ചെയിനിന്റെ ഭാഗമായി നമ്മൾ പല വീഡിയോകളും മറ്റുമൊക്കെ കണ്ട് പല റീലുകളും തോണ്ടിക്കൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്ന അവസ്ഥ ഒരു മുസ്ലിമത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ശ്രദ്ധയും ഗൗരവവും ജാഗ്രതയും ഒക്കെ നാളത്തെ പരലോകത്തെ പറ്റിയായിരിക്കണം. നാളെ പരലോകത്ത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുമെന്നും ഇവിടെ ഈ കാഴ്ചയാകുന്ന അനുഗ്രഹത്തെ, നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു നമുക്ക് മനോഹരമായി നമുക്ക് നൽകിയ ഈ അനുഗ്രഹത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചിന്തയായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. കണ്ണിനോടുള്ള 3-4 ബാധ്യതകൾ നമുക്കുണ്ട്. ഒന്ന്, നമ്മൾ നന്മയിൽ മാത്രമായിരിക്കണം ഈ കണ്ണിനെ ഉപയോഗിക്കേണ്ടത്. അത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, നമ്മൾ കാണുന്ന സമയമെല്ലാം നമുക്ക് നന്മയായി പഠിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനാവട്ടെ, മതപരമായ വിജ്ഞാനീയങ്ങളാവട്ടെ, കിതാബുകളാവട്ടെ, പുസ്തകങ്ങളാവട്ടെ, പല എഴുത്തുകളും മാഗസിനുകളും ഒക്കെ ആവട്ടെ, അതൊക്കെ നന്മയിലുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങളെല്ലാം നമുക്ക് വായിക്കാനും അതിനെപ്പറ്റി പഠിക്കാനുമുള്ള ശ്രദ്ധ നമുക്ക് കൊണ്ടുവരാം. നമുക്ക് ഏവർക്കും അറിയാം, ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം സൗദിയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു. 16ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് അന്ധത ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കണ്ണ് കാണാനുള്ള കാഴ്ച പരിമിതി തുടങ്ങി. ആലോചിക്കണം, 16ാമത്തെ വയസ്സിൽ ഒരു ചെറിയ ബാലനായിരുന്ന സമയത്ത് 20ാമത്തെ വയസ്സായപ്പോഴേക്കും അദ്ദേഹം പൂർണ്ണമായും അന്ധനായി. അദ്ദേഹത്തിന് കാഴ്ച പരിമിതി പൂർണ്ണമായും ഉണ്ടായി. അങ്ങനെ കാഴ്ച പരിമിതിയുള്ള ആളായി 20 വയസ്സിന് ശേഷം അദ്ദേഹം ജീവിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹം ഇസ്ലാമികമായ വിജ്ഞാനങ്ങളും കിതാബുകളും ഒക്കെ ആഴത്തിൽ പഠിക്കുന്നത്. കാഴ്ച പരിമിതി ഉണ്ടായിട്ട് പോലും അങ്ങനെ പഠിച്ച് ഇന്ന് ഒരു കാഴ്ച പരിമിതിയുള്ള ഒരു വ്യക്തി സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായി മാറണമെങ്കിൽ, ഇന്നും വിജ്ഞാനീയമായ പല കാര്യങ്ങൾക്കും നമുക്ക് അദ്ദേഹത്തെ അവലംബിക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ആ കാഴ്ചയെ വളരെ പോസിറ്റീവായി ഉപയോഗിച്ചത്? നന്മയിൽ ഉപയോഗിക്കുക എന്നതാണ്. രണ്ടാമതായിക്കൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് കരയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് നൽകി ഈ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് കരയാൻ കഴിയണം. നമ്മുടെ പാപങ്ങൾ ഓർത്ത്, നാം ചെയ്ത തെറ്റുകളെ ഓർത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഖേദിച്ച് കരയാൻ നമുക്ക് കഴിയണം. നമ്മുടെ നമസ്കാരത്തിലെ പ്രാർത്ഥനകളുടെ അർത്ഥം ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ലഭിച്ച അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ആലോചിച്ചുകൊണ്ട് കരയാൻ നമുക്ക് സാധിക്കണം. നാലാമതായിക്കൊണ്ട് അള്ളാഹു നമുക്ക് ഇനി ഭാവിയിൽ കാത്തിരിക്കുന്ന നരകമാവട്ടെ, പരലോകമാവട്ടെ, അവിടുത്തെ വിചാരണയാവട്ടെ, അതെല്ലാം ഓർത്ത് കരയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള രണ്ടാമത്തെ ബാധ്യതയാണ് ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കരയുക എന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, അള്ളാഹു നമുക്ക് നൽകി കണ്ടുകൊണ്ട് നമ്മുടെ ദൃഷ്ടികൾ താഴ്ത്തണം എന്ന് പറഞ്ഞ ഈ കൽപ്പനയാണ്. സഹോദരൻ ആലോചിച്ചു, സ്വഹാബിമാരായ ആളുകൾക്ക് അള്ളാഹിന്റെ റസൂലും സ്വഹാബത്തിനും ഒക്കെ സ്വന്തം കുടുംബവും നാടും ജോലിയും വീടും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ ജീവൻ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പണയം വെക്കേണ്ടി വന്നിട്ടുണ്ട്. യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കിന്ന് യുദ്ധമുണ്ടോ? നമുക്കിന്ന് വലിയൊരു ജിഹാദ് നേരിടേണ്ടോ? ഒന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട ജിഹാദ് എന്നത് ഒരുപക്ഷെ നമ്മൾ കാണുന്ന മോശപ്പെട്ട ഒരു കാഴ്ചയാണെങ്കിൽ ആ കാഴ്ച കാണാതിരിക്കുക എന്നതാണ്. ആ കാഴ്ചയുടെ സമയത്ത് നമ്മുടെ കണ്ണുകൾ താഴ്ത്തുക, ദൃഷ്ടികൾ താഴ്ത്തുക എന്ന ഈ ഒരു കർത്തവ്യമായിരിക്കും നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ഏറ്റവും വലിയ ജിഹാദ്. അതുകൊണ്ട് ആ നിലയ്ക്ക് കണ്ണുകളെ കാണാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്നും താഴ്ത്താനുള്ള ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നാലാമതായിക്കൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കാണാൻ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒട്ടകത്തെ പറ്റിയും ആകാശത്തെ പറ്റിയും ഭൂമിയെ പറ്റിയും പർവ്വതങ്ങളെ പറ്റിയും ഒക്കെ നിങ്ങൾ കാണുക, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അടുത്തറിയുക എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളൊക്കെ അറിഞ്ഞ് യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടത്, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഈ ഭൂമിയിൽ ജനിച്ചൊരു കണ്ണും കണ്ടിട്ടില്ലാത്ത ആ സ്വർഗീയമായ അനുഭൂതികൾ അള്ളാഹു നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് അള്ളാഹു നൽകിയ ഈ 2 കണ്ണുകൾ എന്ന മഹത്തായ അനുഗ്രഹങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ ഏറ്റവും പൂർണ്ണമായി കീഴൊതുങ്ങിക്കൊണ്ട് തഖ്വയോടെ ജീവിക്കുകയാണെങ്കിൽ നാളെ സ്വർഗീയമായ അനുഭൂതികളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അള്ളാഹു ആ സ്വർഗം അനുഭവിക്കുന്ന നല്ല കണ്ണുകളുടെ ഉടമയിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ ഏതേത് അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് നമുക്കുള്ള വലിയ പരീക്ഷണം എന്നതാണ് സൂചിപ്പിച്ചത്. അതിൽ വിജയിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും നാം ഓരോ നിമിഷവും കൊണ്ടു നടക്കേണ്ടതുണ്ട്. പുതിയ കാല വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ആശങ്കകൾ മാത്രമാണുള്ളത്.
ഓരോ ദിവസവും ലഹരിയുമായി ബന്ധപ്പെട്ടും കുട്ടികൾക്കിടയിലുള്ള അക്രമങ്ങളും പ്രയാസങ്ങളും ഓരോ ദിവസവും നമ്മൾ കണ്ടുവരികയാണ്. ദിനപത്രങ്ങൾ പലപ്പോഴും കുറ്റപത്രങ്ങളായി മാറുന്ന ഒരു സ്പോർട്സ് പേജ് മാത്രമാണെന്ന് അത്തരം മോശപ്പെട്ട വാർത്തകളൊന്നും ഇല്ലാത്ത ഒരു പേജായിട്ട് പത്രത്തിൽ കാണാൻ കഴിയാം. ഇനി ടി വി തുറന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരം ന്യൂസുകൾ മാത്രം കാണാൻ കഴിയുന്ന കുട്ടിക്കൊലപാതകങ്ങളും കൂട്ടക്കൊലപാതകങ്ങളും ഒക്കെ, അല്ലെങ്കിൽ റാഗിംഗ് പോലെ ഇങ്ങനെ നിരവധി അനവധി കുട്ടികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അത് ഇനിയും കൂടി തന്നെ വരും. ഇപ്പൊ ഒരു അവധിക്കാലമാണ്, കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും. പക്ഷേ ഇത് കഴിഞ്ഞ് സ്കൂൾ കോളേജുകൾ തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത്തരം വാർത്തകൾ നമ്മൾ കേട്ട ആ തോതിനേക്കാൾ എത്രയോ ഏറെ വലിയ രൂപത്തിൽ നമ്മൾ കേൾക്കേണ്ടി വരും. അതൊരു യാഥാർത്ഥ്യമാണ്. അന്ത്യനാൾ അടുക്കുംതോറും തിന്മകൾ വ്യാപിച്ചു വരും, അത് സാർവത്രികമാവുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ കുട്ടികൾക്കിടയിൽ പ്രത്യേകിച്ചും പുതിയ കാല ഈ ജെൻസി, ആൽഫ ജനറേഷൻ എന്നൊക്കെ പറയുന്ന ആ പുതിയ കാല വിദ്യാർത്ഥികളെ എങ്ങനെയാണ് ഈ നന്മയുടെ മാർഗത്തിൽ, അവരെ യഥാർത്ഥ ഖുർആന്റെയും സുന്നത്തിന്റെയും അഹ്ലുസ് സുന്നയുടെയും മാർഗത്തിൽ ഈ സമൂഹത്തിന് മാർഗദീപങ്ങളായി മാറ്റാൻ എങ്ങനെ സാധിക്കുമെന്ന് നാം ചിന്തിക്കുമ്പോൾ അവരെ യഥാർത്ഥത്തിൽ നന്മ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സമൂഹവും സാഹചര്യവും അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നത് തന്നെയാണ് പരിഹാരം. നന്മ ഇന്നതാണ്, ചീത്തത് ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിനുള്ള സാഹചര്യങ്ങളും കൂട്ടായ്മകളും കൂട്ടുകാരും ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വലിയൊരു അവസരമാണ് വിസ്ഡം സ്റ്റുഡൻസ് ഒരുക്കുന്ന മഹത്തായ ഒരു വിദ്യാർത്ഥി സമ്മേളനം വരുന്നുണ്ട്. മെയ് 11-ാം തീയതി, അടുത്ത മാസം മെയ് 11-ന് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന പേരിൽ ഒരു വലിയ വിദ്യാർത്ഥി സമ്മേളനം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുകയാണ്. അതിന്റെ ഭാഗമായി ഒരു 5 ദിവസക്കാലം മെയ് 6 മുതൽ 10 വരെ കുടുംബസമേതം എല്ലാവർക്കും ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളെ അടുത്തറിയുവാൻ വേണ്ടി ദ സൊല്യൂഷൻ എന്ന പേരിലുള്ള ഒരു എക്സിബിഷനും അതേ സമ്മേളന നഗരിയിൽ തന്നെ ഒരുക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ ടൗണിന്റെ ഏറ്റവും ഹൃദയഭാഗത്താണ് ഈ ഒരു പ്രോഗ്രാം ഒരുക്കുന്നത്. അടുത്ത മെയ് 11-ാം തീയതി നമ്മുടെ മക്കളെല്ലാം ഇത്തരം പ്രശ്നങ്ങളിൽ ഒന്നും ഇല്ലാതിരിക്കാനുള്ള ഒരു പരിഹാര മാർഗമാണ് ഇത്തരത്തിലുള്ള നന്മയുടെ കൂട്ടത്തിൽ, നല്ല കൂട്ടുകാരുടെ കൂട്ടത്തിൽ അവർ ഉണ്ടാവുമെന്ന് ഉറപ്പിക്കുക എന്നത്. ഒരു അവധിക്കാലമാണ്, കുട്ടികൾക്ക് വേറെ വലിയ പിന്നെ ടെൻഷനോ പിന്നെ ഇതല്ലാത്ത വേറെ എൻഗേജ്മെന്റ്സോ ഒന്നും ഇല്ലാത്തൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് അവരെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രദ്ധ കൂടി ഉണ്ടാവണമെന്ന് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ മക്കളെ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഈ ഒരു പള്ളിയുടെ ബാക്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ മക്കൾ അവർ നേരത്തെ പറഞ്ഞ ആ ലിസ്റ്റിന്റെ കൂട്ടത്തിൽ ഇപ്പോഴുള്ള ഒരു പേര് മാറിയിട്ട് നമ്മുടെ കുട്ടിയുടെ പേരും അവിടെയുള്ള അഡ്രസ്സ് മാറിയിട്ട് നമ്മുടെ അഡ്രസ്സ് വരാൻ വലിയ കാലതാമസമൊന്നും വേണ്ട. നമ്മളൊക്കെ വളരെ എന്റെ കുട്ടിയൊന്നും അതിലേക്ക് പോവില്ല എന്ന് ആശ്വസിച്ചിരിക്കുമ്പോൾ പോലും നമ്മുടെ കുട്ടി പോയേക്കില്ല. പക്ഷേ നമ്മുടെ കുട്ടിയുടെ സാഹചര്യം ഇന്ന് അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ സാധ്യതകളും തുറന്നിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ കുട്ടികൾ അതിലൊന്നും ഇല്ല എന്ന് പൂർണ്ണമായും ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് നന്മയുടെ ഇത്തരം കൂട്ടായ്മകളിൽ നമ്മുടെ കുട്ടികളും ഭാഗമാകുന്നു എന്ന് ഉറപ്പിക്കുക, രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം എല്ലാവരും ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാകട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓരോന്നും അള്ളാഹുവിന് പൂർണ്ണമായും കീഴൊതുങ്ങി അവർ നന്ദി കാണിക്കുന്ന അടിമകളിൽ അള്ളാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ടുണ്ടായതാണെങ്കിൽ പോലും അള്ളാഹു അത് പൂർണ്ണമായും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉപ്പമാർ അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇപ്പോഴും രോഗികളായും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന, കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന, സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു വലിയ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇപ്പോഴും മാരകമായ അസുഖങ്ങൾ ബാധിച്ച് പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം വലിയ രൂപത്തിലുള്ള ഉദവിയും തുറവിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിലും കുടുംബത്തിലുമെല്ലാം അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് സ്വാതന്ത്ര്യവും നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المظلمين والحمد لله رب العالمين.